നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോവാണ്. കഴിഞ്ഞ ദിവസം മനസ്സമ്മതത്തിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? ആ ചേച്ചിയുടെ കല്യാണത്തിന് നമ്മൾ ഇന്ന് പോവാണ്. അപ്പോൾ ചെക്കൻ്റെ വീട് വരുന്നത് നമ്മുടെ കാലടി അടുത്തല്ലേ? കാലടി അടുത്താണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മളിത് തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്ന് കാണാം. ഗൈസ്, അങ്ങനെ വണ്ടി എഴുതുകൊണ്ട് എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കാണുകയാണ്. ഇവരൊക്കെ വീട്ടുകാരുടെ സപ്പോർട്ടേ. ഡാഡി വണ്ടി ഓടിക്കുന്നുണ്ട്. എന്താ മമ്മി എന്താ പറഞ്ഞേ? എന്തിനാണ് ഈ കോലം കിട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആര് എന്റെ നാത്തൂനും മോളും. മമ്മിയാ? മമ്മി കണക്കന്നെ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് ഇറങ്ങിയൊക്കെ മതമ പ്രായമായി കുടുംബത്തിരിക്കാൻ നോക്ക്. നിനക്കും പ്രായം കേട്ടോ. അതെ ഡാഡി കേൾക്കുന്നുണ്ടോ അതൊക്കെ? ഡാഡി ഡ്രൈവിംഗ് കോൺസെൻട്രേഷനിലാണ്. ഡാഡി ഉറങ്ങുന്നു. എന്റെ മുഖം സൂം ചെയ്യല്ലേ? വേണ്ട വേണ്ട വേണ്ട. ഈ ബാഗിന്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട്. എന്താണ് മമ്മി? ചോറ് മാത്ര. എന്തിനാ മമ്മി അത്? നിങ്ങൾ ആലോചിക്കണം. കല്യാണം വീട്ടിന്ന് പോർക്കും ബീഫൊക്കെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ബാഗിന്റെ അടുത്ത് ചോറ്റുപാത്രമായിട്ട് വന്നിരിക്കുകയാണ് അവള്. ഓ ആ മനസ്സേ. നീ അവിടുന്ന് നാളെയാണോ ഡ്യൂട്ടിക്ക് പോണേ? ഇന്ന് വീട്ടിലോട്ട് പോലെ. ആ അപ്പൊ രാത്രി കഴിക്കാൻ എന്താന്ന് വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മുന്നിലായിരുന്നു കാലത്ത്. അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ സമയം കിട്ടിയില്ല. നമ്മുടെ ബ്യൂട്ടീഷ്യൻ ആരാ? നേഴ്സ്. നേഴ്സ് ബ്യൂട്ടീഷ്യൻ ചെയ്ത് കൊടുക്കണം ഗൈസ്. കാറിനുള്ളിൽ ഇരുന്നിട്ട് ലൈവ് ബ്യൂട്ടീഷ്യൻ. ഗൈസ് നമ്മളങ്ങനെ പള്ളിയിലെത്തി. അവരൊക്കെ കയറി പള്ളിക്കകത്ത് കയറിയിട്ടുണ്ട്. മെനു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നവിൻ ജോയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. വന്നിട്ടില്ല. ഗൈസ് ഇതാണ് ചെക്കൻ്റെ അനിയന്മാർ. ഇത് ഒരാള് ഇതങ്ങോട്ട് നോക്കണം. ജ്യൂസാണ് നമ്മുടെ മെയിൻ ഗൈസ്. ഗൈസ് കോവയ്ക്ക വറുത്തതും പിന്നെന്തോ കിഴങ്ങ് പോലത്തെ ഒരു സംഭവമാണ് ഗൈസ്. നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇല്ലാണ്ട് എന്ത് പരിപാടി? ഇതെവിടെ പോയാലും കിടിലാണ്. ഏത് പരിപാടിക്ക് പോയാലും. സ്നാക്സ് കഴിക്കുന്ന യുവാവിന്റെ ചേട്ടൻ. രണ്ട് യുവാക്കൾ ഗൈസ്. ഫ്രണ്ടിൽ തന്നെ നല്ല തിരക്കാണ് ഗൈസ്. ഞങ്ങളുടെ ജോയ്സ് തിന്ന് മടുത്തിരിക്കുകയാണ് ഗൈസ്. ചൂട്. കുറച്ച് മര്യാദ വേണം. നമ്മുടെ സ്ഥലം അല്ലത്. കുറച്ച് മര്യാദ. സ്വാഗതം ചെയ്യാം. ഒരെണ്ണം മതി. വേണ്ട. പൈനൊപ്പം തന്നെ ഒരു ചെറിയൊരു മ്യൂസിക്കൽ ഇവന്റ് കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മളുടെ പരിപാടി ഉഷാറായിരുന്നു. ഞങ്ങളുടെ ഒരു കിടിലം സിംഗറുണ്ട്. ആ സിംഗറെ കൊണ്ട് ഞങ്ങള് പാട്ട് പഠിപ്പിക്കാൻ പോവാണ് കഴിച്ചു. അമ്മച്ചി അമ്മച്ചി ചെല്ലേ ഫുഡ് കഴിക്കും ചെല്ലേ. ഞാൻ ഷോള് വിരിച്ചിട്ടിട്ട് തെണ്ടിക്കോ. ഫോട്ടോഷൂട്ടിന് വന്നിരിക്കുക. ഷോള് വിരിച്ചിട്ട് തെണ്ടായിരിക്കുക, അതും പള്ളിമുറ്റത്ത്. ഗൈസ് വിശ്രമവേളകളിൽ കുട്ടികളെ പിടിച്ച് നടക്കണം. അപ്പം മടുത്ത് ഗൈസ്. ആ പിടിച്ചു പിടിച്ചു പിടിച്ചു. ഒരു ഉമ്മനെ ഒരു ഉമ്മ ദേ അടുത്താള്. എടി 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 തരൂല അവനുമ്മ. നിങ്ങളിത് കാണണം. രണ്ട് പാപ്പന്മാരും ഭാവി വ്ളോഗറാ. കയ്യൊക്കെ കൊണ്ടുകൊണ്ട് കേട്ടാ. ചേച്ചി ഏതാ? ഭൂതം. ഇതാണ് ഞങ്ങളുടെ ചെക്കൻ്റെ പരിപാടി. ഒരു സ്ഥലത്ത് വിട്ട് അങ്ങ് പൊക്കോളും. സമാധാനം സ്വസ്ഥം. നമ്മളിത് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഇവരുടെ ഫോട്ടോ എടുത്ത് മടുത്തു ഞാൻ. ഇനി നമ്മള് രണ്ടാമത് ഫുഡ് കഴിക്കാൻ പോണ്. ആദ്യ ഒരു ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ടറൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇനി നമ്മൾ മെയിൻ കോഴ്സിലേക്ക് കടക്കാൻ പോണ്. നന്നായി കഴിക്കും. വിശപ്പ് മാറിയോ അല്ലേ? ജോസ് കഴി അനുഭവിച്ചോ. നിങ്ങളെ കെട്ടിയോളല്ലേ, നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം ഗൈസ്. അങ്ങനെ നമ്മളെ ചെക്കൻ്റെ വീട്ടിലെത്തിരിക്കുകയാണ്. ഇതാ ഇവിടെ കിടിലം ക്ലൈമറ്റ് ആട്ടോ. അതേ നല്ല മഴ വരുന്നുണ്ട്. എനിക്ക് മഴ പറഞ്ഞിട്ട് മുന്നേ ഞാൻ അങ്ങോട്ട് ഓടട്ടെ. ഞാൻ ജസ്റ്റ് ഷൂ മാറാൻ പോയതാണ്. അല്ലെങ്കിൽ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും മൊത്തം നനഞ്ഞൊരു വിധവും. അയ്യോ ഗൈസ്, ആഘോഷമായൊരു വരവാണിത്. നല്ല മഴക്കാറ്, നല്ല ആംബിയൻസ്. എന്റെ കട്ട സബ്സ്ക്രൈബറാണ്. അതും ഇടുക്കിയിൽ നിന്ന് പറയണം. സബ്സ്ക്രൈബ് ചെയ്യാൻ, ഫോളോ ചെയ്യാനൊക്കെ പറയും. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ മീനു വിവാഹിതയായതായി വീട്ടിൽ വന്ന് കയറി. ഇവിടെ ലോക്കായി. ഇനി തിരിച്ചു വരവില്ല ഗൈസ്. അപ്പോൾ നമ്മളിത് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. നമ്മുടെ എങ്ങനെയായിരുന്നു പരിപാടിയൊക്കെ? അടിപൊളി മാരേജ് എക്സ്പീരിയൻസ്. അതെ, ലാസ്റ്റ് ടൈം മഴയും പെയ്തു, അടിപൊളി. അതെ, നമ്മള് വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ.